രചന ഗംഗോത്രി. ഭാഗം 66. താഴെ ആരായിരിക്കും വന്നത് എന്നറിയാനായി അവൾ ജനലിലൂടെ താഴേക്ക് നോക്കി. അത് വിഷ്ണുവും രാഘവനുമായിരുന്നു. അവരെ കണ്ടപ്പോൾ അവൾ വേഗം താഴേക്ക് ചെന്നു. നിങ്ങളെന്തിനാ ഇപ്പോൾ വന്നത്? അവർ അവിടെ തനിച്ചല്ലേ? ഗംഗ ചോദിച്ചു. ഇവിടെ നീയും തനിച്ചല്ലേ ഗംഗ? ഒന്നുകിൽ നീ അങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഞങ്ങളിവിടെ കിടക്കും. കാർത്തിയെ പറഞ്ഞു വിട്ടത് നന്നായി, അല്ലെങ്കിൽ അവരുടെ നീക്കമറിഞ്ഞ് അവൻ വയ്യ എന്ന് വിചാരിക്കാതെ ചാടിയിറങ്ങും. ഗംഗയ്ക്ക് അവർ വന്നത് അല്പം ആശ്വാസമായെങ്കിലും അവരെ പറഞ്ഞു വിടാനാണ് അവൾ ശ്രമിച്ചത്. കാരണം പ്രിയപ്പെട്ടവർക്കൊന്നും സംഭവിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. വിഷ്ണു മുകളിലുള്ള തൻ്റെ മുറിയിലേക്ക് പോയി. രാഘവൻ ഗംഗയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ തിരിച്ച് വില്ലയിലേക്ക് പോകേണ്ടി വന്നു. വിഷ്ണു അവിടെയുള്ള ബാൽക്കണിയിലൂടെ നടക്കുകയായിരുന്നു. അവൻ പരിസരം നന്നായി വീക്ഷിക്കുന്നുണ്ട്. ഗംഗ കമ്പ്യൂട്ടറിന് മുമ്പിൽ തന്നെയാണ്. അതിലൂടെ വീടിന് ചുറ്റുമുള്ള CC ക്യാമറ ദൃശ്യങ്ങൾ അവൾക്ക് കാണാൻ സാധിക്കും. 12 മണിയൊക്കെ ആയപ്പോൾ അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. അവൾ മേശയിൽ തലചായ്ച്ച് കിടന്നു. കാർത്തി കൂടെ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് എന്തോ പോലെ തോന്നി. ഏകദേശം 2 മണിയായപ്പോൾ ജിബ്രാനും ഗായത്രിയും അവരുടെ കൂട്ടാളികളും കൂടി ഗംഗോത്രിയിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ജിബ്രാൻ്റെ ആളുകൾ പരിസരം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ എന്തോ ഒരു സ്പ്രേ ഉണ്ട്. അവർ വഴിയിലൂടെയെല്ലാം ആ സ്പ്രേ അടിക്കുന്നുണ്ട്. അതിൽ 2 പേർ അവരുടെ മുറ്റത്തേക്കുള്ള വഴിയിലൂടെ പതിയെ നിരങ്ങി നീങ്ങി വന്നു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികൾ ഓരോ ഭാഗത്തേക്കും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജിബ്രാൻ്റെ ആളുകൾ അവരറിയാതെ മുറ്റത്തേക്ക് സ്പ്രേ ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന സെക്യൂരിറ്റികൾ മയങ്ങി വീഴാൻ തുടങ്ങി. അവർ വേഗം മുറ്റത്തേക്ക് കയറി. മയങ്ങി വീണ സെക്യൂരിറ്റികളുടെ യൂണിഫോം അവർ അഴിച്ചു മാറ്റി. എന്നിട്ട് അവർ അത് ധരിച്ചു. വീണ്ടും മുന്നോട്ട് നീങ്ങി. വീടിൻ്റെ മുക്കും മൂലയും ഗായത്രിക്ക് പരിചിതമായിരുന്നു. പിന്നിലുണ്ടായിരുന്ന സ്റ്റെപ്പിലൂടെ അവൾ മുകളിലേക്ക് കയറി. അവിടെ നിന്ന് ബാൽക്കണിയിലുള്ള തൂണിലേക്ക് ജിബ്രാൻ കയർ വീശി എറിഞ്ഞു. അവൻ ആ കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറി. പിന്നാലെ ഗായത്രിയും. അവരുടെ കയ്യിലുണ്ടായിരുന്ന ടൂൾസ് ഉപയോഗിച്ച് അവൻ വാതിൽ തുറന്നു. വിഷ്ണുവിൻ്റെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു. അവൻ പതിയെ ആ മുറിയുടെ അരികിലേക്ക് ചെന്നു. വിഷ്ണു അവിടെയുള്ള സെറ്റിയിൽ കിടന്നുറങ്ങുകയാണ്. അവൻ അവിടെയെല്ലാം സ്പ്രേ അടിച്ചു. അവർ മുറിയിലേക്ക് കയറിയപ്പോൾ ഗായത്രിയുടെ കൈ അറിയാതെ മേശയിലുണ്ടായിരുന്ന ഫ്ലവർ വേസിൽ തട്ടി താഴേക്ക് വീണു. വിഷ്ണു ചാടി എഴുന്നേറ്റു. മുറിയിൽ 2 പേരെ കണ്ടപ്പോൾ അവൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റതും ജിബ്രാൻ അവൻ്റെ അരികിലേക്ക് ചെന്നു. ആരാ നിങ്ങൾ? വിഷ്ണു ചോദിച്ചു. അപ്പോഴേക്കും ജിബ്രാൻ കാലുയർത്തി അവനെ ചവിട്ടി. അവനൊരു തലകറക്കം പോലെ തോന്നുന്നുണ്ടായിരുന്നു. മുമ്പിലുള്ള കാഴ്ചകൾ മങ്ങുന്നതുപോലെ. വിഷ്ണു താഴേക്ക് കുഴഞ്ഞു വീണു. ഗായത്രി അവൻ്റെ മുറി പരിശോധിച്ചു. ജിബ്രാൻ പുറത്തുണ്ടായിരുന്ന ബാഗിൽ നിന്ന് കയർ വലിച്ചെടുത്ത് വിഷ്ണുവിൻ്റെ കൈകൾ പിന്നിലേക്ക് കെട്ടി. 2 പേരും കൂടി ഗംഗയുടെ മുറിയിലേക്ക് പോയി. അവളെ കണ്ടപ്പോൾ ഗായത്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എത്രയും പെട്ടെന്ന് അവളെ കൊല്ലാനാണ് തോന്നിയത്. ആ മുറിയിലും അവർ സ്പ്രേ അടിച്ചു. ഗായത്രി അവളുടെ അരികിൽ പോയി നിന്ന് അവളുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. ഗംഗ ചാടി എഴുന്നേറ്റു. ഗായത്രിയെ മുമ്പിൽ കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പോക്കറ്റിൽ നിന്ന് ഗൺ വലിച്ചൂരി. അപ്പോഴേക്കും അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ശരീരം കുഴയുന്നു. ഗായത്രി അവളുടെ നെഞ്ചിലേക്ക് ചവിട്ടി. കറുത്തമ്മ എവിടെയാടി? ഗായത്രി ഉച്ചത്തിൽ ചോദിച്ചു. അപ്പോഴേക്കും ഗംഗയുടെ ബോധം പോയി. ഗായത്രി ഗംഗയുടെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി. കുറച്ച് അവസരം എടുത്തുകൊണ്ട് വരേണ്ടതായിരുന്നു, ഗായത്രി വല്ലായ്മയോടെ പറഞ്ഞു. പക്ഷേ ഗംഗയെ കണ്ടത് മുതൽ ജിബ്രാൻ്റെ വികാരങ്ങൾ ഉണരാൻ തുടങ്ങി. എന്ത് ഭംഗിയായി പെണ്ണിനെ കാണാൻ! ചുമ്മാതല്ല തൻ്റെ ചേട്ടൻ ഇവളുടെ പിന്നാലെ വന്നത്. ഗായത്രിയുടെ മുമ്പിൽ വെച്ച് ഒന്നും ചെയ്യാനും പറ്റില്ല. അവളെ കൊണ്ടുവരേണ്ടായിരുന്നു. അവൾക്ക് ബോധം വരാൻ ഇനി 6 മണിക്കൂറെങ്കിലും പിടിക്കും. ഗായത്രി ഗംഗയുടെ മുറി പരിശോധിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന അലമാരയിൽ നിന്ന് ഗംഗയുടെ ആഭരണങ്ങൾ എടുത്ത് അവൾ ബാഗിലേക്കിട്ടു. ഇവൾ ഇനി തൻ്റെ അമ്മയുടെ അടിമയാണ്. വല്ലപ്പോഴും മുംബൈയിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഖദീജയുടെ കൂടെ കുറച്ച് നാൾ ഇവൾ നിൽക്കട്ടെ. ജിബ്രാൻ്റെ ആളുകൾ വിഷ്ണുവിനെയും ഗംഗയെയും വലിച്ചു കൊണ്ടുപോയി. 2 പേരെയും കസേരകളിൽ ഇരുത്തി കയറുകൊണ്ട് പിന്നിലേക്ക് വരിഞ്ഞു കെട്ടി. അവിടുത്തെ ജോലിക്കാർ നല്ല ഉറക്കത്തിലായിരുന്നു. മുറ്റത്തുണ്ടായിരുന്ന പോലീസുകാരും മയങ്ങിപ്പോയി. അവർ മയങ്ങുന്നതിന് മുമ്പ് ഏട്ടനും അമ്മയും എവിടെയാണെന്ന് ചോദിച്ചറിയേണ്ടതായിരുന്നു. ജിബ്രാൻ പറഞ്ഞു. എനിക്ക് ഇന്ന് എൻ്റെ മുറിയിൽ കിടന്നുറങ്ങണം. നമുക്ക് അങ്ങോട്ട് പോകാം.
അവൾ മുറിയിലേക്ക് പോയപ്പോഴാണ് രഞ്ജിനിയുടെ മെഴുകു പ്രതിമ കണ്ടത്. അവൾ ആ പ്രതിമയിൽ ആഞ്ഞു ചവിട്ടി. അത് നിലത്തേക്ക് വീണുടഞ്ഞു. എന്നിട്ടും ദേഷ്യം തീരാതെ അവൾ അതിലാഞ്ഞു ചവിട്ടി. ജിബ്രാൻ്റെ ആളുകൾ മുറ്റത്തുകൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഗായത്രി മുറിയിലേക്ക് പോയപ്പോഴാണ് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. എടുത്തു നോക്കിയപ്പോൾ വൈഗയായിരുന്നു. അവൾ വിശേഷങ്ങളെല്ലാം വൈഗയോട് പറഞ്ഞു. വൈഗയ്ക്ക് വീഡിയോ കോളിൽ ഗംഗയെ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗായത്രി അപ്പോൾ തന്നെ വീഡിയോ കോളിൽ അമ്മയെ വിളിച്ചു. അവൾ ഫോണുമായി ഗംഗയുടെ അരികിലേക്ക് ചെന്നു. ഗംഗയെ നേരിട്ട് കണ്ടപ്പോഴാണ് വൈഗയ്ക്ക് ആശ്വാസമായത്. അവളുടെ കരുണ താഞ്ഞടിക്കുമോളെ, ഞാനൊന്ന് കാണട്ടെ, എൻ്റെ വേദനയൊന്ന് കുറയട്ടെ, വൈഗ പറഞ്ഞു. ഗായത്രി അതുപോലെ തന്നെ ചെയ്തു. ഗംഗ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഗായത്രിയും ജിബ്രാനും അവളുടെ മുറിയിലേക്ക് പോയി. രാവിലെ വെന്റിലേഷനിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യകിരണങ്ങൾ മുഖത്തേക്ക് പതിച്ചപ്പോഴാണ് ഗംഗ കണ്ണു തുറന്നത്. അവൾക്ക് ദേഹമാസകലം നല്ല വേദന തോന്നി. കണ്ണുകൾ പതിയെ തുറന്നു. ചുറ്റിലും നോക്കിയപ്പോഴാണ് അവൾക്ക് തൻ്റെ അവസ്ഥ മനസ്സിലായത്. തല തിരിച്ചു നോക്കിയപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന വിഷ്ണുവിനെ അവൾ കണ്ടു. പക്ഷെ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഒരു ഞെട്ടലോടെ അവൾ അവിടെയെല്ലാം നോക്കി. കൈ കയറിനിടയിലൂടെ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. ആരുടെയോ വണ്ടി വരുന്ന ശബ്ദം അവൾ കേട്ടു. തുടരും.